ആറ്റുകാൽ പൊങ്കാല സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന നമ്മുടെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിന്റെ ഐതിഹ്യം നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? അറിയാത്തവർക്കായിട്ട് അടുത്ത ഒരു മിനിറ്റ് കൊണ്ട് ഇതിനെ പറ്റിയിട്ടുള്ള ഐതിഹ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒരുമിച്ച് അണിനിരക്കുന്ന ആരാധന ചടങ്ങാണ് നമ്മുടെ ആറ്റുകാൽ പൊങ്കാല. സ്ത്രീകളുടെ ശബരിമല എന്നും ഇതിന് വിശേഷം. നമ്മുടെ സിലപ്പതികാരത്തിൽ പരാമർശിച്ചിട്ടുള്ള കണ്ണകിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് നമ്മുടെ ആറ്റുകാൽ പൊങ്കാല. കലിയുഗത്തിലെ ദുഷ്ടനിഗ്രഹത്തിനുള്ള അവതാരമായും ഭഗവതിയെ ഭക്തർ കണ്ടുവരുന്നു. അതിനോടൊപ്പം തന്നെ കോപിഷ്ഠയായ ഭഗവതിയെ പ്രീതിപ്പെടുത്തുന്നതിനാണ് പൊങ്കാല അർപ്പിക്കുന്നതെന്നും ഇന്നും അവർ അത് വിശ്വസിച്ചുകൊള്ളുന്നു. ഈ അനുഷ്ഠാനങ്ങളുടെ എല്ലാ ആരംഭം തോറ്റംപാട്ടിലൂടെയാണ്. ക്ഷേത്രത്തിന്റെ മുന്നിലെ പന്തലിൽ കണ്ണകി ചരിത്രം പ്രകീർത്തിച്ച് തോറ്റംപാട്ട് പാടി ദേവിയെ കൂടിയിരുത്തുന്നു. തുടർന്നുള്ള 10 ദിവസവും കണ്ണകി ചരിത്രത്തിന്റെ കഥയാണ് പാടുന്നത്. അത് എല്ലാം കഴിഞ്ഞിട്ട് പൊങ്കാല ദിവസം രാവിലെ പാണ്ഡ്യരാജാവിന്റെ വധം നടക്കുന്ന ഭാഗം പാടിക്കഴിയുമ്പോൾ മേൽശാന്തി തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിൽ ആദ്യം തീ കത്തിക്കും. അതേ ദീപം തന്നെ സഹമേൽശാന്തി വലിയ തിടപ്പള്ളിയിലും ക്ഷേത്രത്തിന്റെ മുന്നിലെ പണ്ടാര അടുപ്പിലും കത്തിക്കുന്നതിനോടെ പൊങ്കാലയ്ക്ക് വിളംബരമായി. അഗ്നിക്കോടൊപ്പം ആത്മാവിനെ അമ്മയ്ക്ക് മുന്നിൽ സമർപ്പിക്കുക എന്ന സമഭാവനയുടെ ശംഖനാദമാണ് പൊങ്കാല. പൊങ്കാല അർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മനസ്സിലുള്ള എന്ത് ആഗ്രഹവും സാധിച്ചു തരുമെന്നതാണ് സ്ത്രീകൾ ഇതിലേക്ക് ഒരുപാട് ആകർഷിക്കുന്നത്. പൊങ്കാലയ്ക്ക് ഒരാഴ്ച മുന്നെങ്കിലും നിങ്ങൾ എല്ലാവരും വ്രതം എടുത്തിരിക്കണം. ദിവസവും 2 നേരം കുളിച്ച് മത്സ്യം, മുട്ട, മാംസം എന്നിവയെല്ലാം ഒഴിവാക്കി സസ്യാഹാരം മാത്രം കഴിച്ച് മനഃശുദ്ധിയോടും ശരീരശുദ്ധിയോടും വേണ്ടി മാത്രമേ വ്രതം എടുക്കാവൂ. പൊങ്കാല ഇടുന്നതിന് മുന്നേ പൊങ്കാല ഇടുന്നതിനായി അനുവാദം മേടിക്കാനായി ഭക്തർ ക്ഷേത്ര ദർശനം നടത്താറുണ്ട്. പുതിയ മൺകലത്തിലാണ് പൊങ്കാല ഇടേണ്ടത്. പ്രപഞ്ചത്തിന്റെ പ്രതീകമായ മൺകലം ശരീരത്തിൽ സങ്കല്പിച്ച് അതിൽ അരിയാകുന്ന മനസ്സ് തിളച്ച് അതിന്റെ അഹംബോധം നശിക്കുകയും ശർക്കരയാകുന്ന പരമാനന്ദത്തിൽ ചേർന്ന് ആത്മസാക്ഷാത്കാരത്തിന്റെ പായസമായി മാറുന്നു എന്നാണ് പൊങ്കാല കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ അത്രയാണ് പൊങ്കാലയെ പറ്റി പറയാനുള്ളത്. മറ്റു വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം.